പാച്ചുമ്മ എന്തിനു പോവാ? പുളി പറിക്കാൻ പോവാ? നീനു കുറേ ദിവസമായി ഇരുമ്പിപ്പുളി വേണമെന്ന് പറയുന്നു. ആദ്യം ഞങ്ങൾക്ക് തറവാട്ടിലൊരു ഇരുമ്പിപ്പുളീൻ്റെ മരം ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്ത വീട്ടിൽ ചതുരപ്പുളി ഉണ്ട്, അവിടുത്തെ ആൻറ്റീനോട് പോയി പറയുന്നു. അങ്ങനെ ആൻറ്റിയോളും കൂടെ പാച്ചൂനിയും കൂട്ടിയിട്ട് അതവള് ഇരുമ്പിപ്പുളി പറിക്കാൻ പോയി, ചതുരപ്പുളി പറിക്കാൻ പോയി. ചതുരപ്പുളിയൊക്കെ മുളകും ഉപ്പും ഒക്കെ തേച്ച് കഴിച്ച് അതിൻ്റെ ബാക്കി അതാ അരിഞ്ഞിട്ട് ഉപ്പിട്ട് തിന്ന്. നോന് സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ നോനും അതാ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ ഉപ്പിട്ട് വെച്ച് പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ടാണ് അത് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എൻ്റെ ഒരു സ്റ്റീലിൻ്റെ പാത്രം പോയിട്ടോ. പിന്നെ അതാ അവള് എണ്ണയൊക്കെ ഒഴിച്ച് അലൂമിനിയം പാത്രത്തിലാണ് ഇരുമ്പിപ്പുളി ഉണ്ടാക്കുന്നത്, ചതുരപ്പുളി ഉണ്ടാക്കുന്നത്. ചതുരപ്പുളി അച്ചാറിടുമ്പോൾ മുളക് ഇങ്ങനെ വറുത്തിടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ മുളക് വറുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഞ്ചിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം അതിനകത്തേക്ക് പുളിയിടുക. ആ പുളി ഇട്ടിട്ട് അധികം ചൂടാക്കൊന്നും വേണ്ട. പുളി ഇട്ടിട്ട് അച്ചാർ പൊടി ഇട്ടൊന്ന് ഇളക്കിയിട്ടാണ് പുളി ഇടുന്നത്. അച്ചാർ പൊടി ഇട്ട് ഒന്ന് ചൂടാകുമ്പം തന്നെ പുളി ഇടണം. പുളി ഇട്ടിട്ട് നല്ലോണം ഇളക്കി അധികം വേവിക്കൊന്നും വേണ്ട, ഗ്യാസ് ഓഫാക്കിയിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ചോറും കൂട്ടി കഴിക്കുക.